ഹലോ, ഇന്നൊരു റിസപ്ഷൻ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കസിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഡെക്കറേഷൻസും ഫുഡൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കപ്പിൾസ് ഡോക്ടർ ശ്യാമും ഡോക്ടർ രേഷ്മയുമാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് കണ്ടു നോക്കാം. ഫ്രണ്ടിലൊരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ സ്റ്റേജ് സിമ്പിൾ ആൻഡ് എലഗൻ സ്റ്റേജ് ആയിരുന്നു. നമ്മുടെ ചെക്കനും പെണ്ണും ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡിലേക്ക് പോവാം. നമ്മുടെ സ്റ്റാർട്ടറായിട്ട് കുറച്ച് ചിക്കൻ ലോലിപോപ്പും കുറച്ച് കട്ട്ലറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ജ്യൂസ്, വാട്ടർ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ, ഗ്രേപ്സ്, മിൻറ്റ്, മാംഗോ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസിലേക്ക് പോയി. ഇവിടെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാലഡ്സിൻ്റെ സെക്ഷനാണ്. പല ടൈപ്പ് സാലഡ്സ് ഉണ്ട്, മധുരമുള്ളതും മറ്റേ എരിവുള്ളതും അങ്ങനെ പല ടൈപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവർ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ, കഴിയുന്നതിന് അനുസരിച്ചിട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഫുഡിലേക്കാണ് പോയത് കേട്ടോ. നിരത്തി വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെജിറ്റേറിയൻ ഏരിയയിലേക്ക് പോകാമെന്ന് വെച്ചു. വെജിറ്റേറിയനിൽ ഉണ്ടായിരുന്നത് നെയ്പത്തലും പൊറോത്തയും പിന്നെ പനീർ ബട്ടർ മസാല കറിയും പിന്നെ നെയ്ച്ചോറ്, പിന്നെ എന്തോ ഒരു വെജിറ്റബിൾ ഫ്രൈ ഉണ്ടായിരുന്നു, ക്രിസ്പി വെജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, അതായിരുന്നു വെജിറ്റബിളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് ദോശ ഉണ്ടായിരുന്നു. ദോശയിലേക്ക് 2-3 തരം ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ദോശ ഉണ്ടായിരുന്നു. ചട്നികളൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റുമായിരുന്നു. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ നോൺ വെജ് ഏരിയയിലേക്കാണ്. അവിടെ ഉണ്ട് ചപ്പാത്തി, വത്തൽ, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ബീഫും നൂൽ പൊറാട്ടയും അങ്ങനെ ചിക്കൻ്റെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി പോയതാണ്. ചിക്കൻ്റെ ഐറ്റംസ് ഉള്ള പോലെ തന്നെ ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഐറ്റംസാണ് ഉള്ളത്, മട്ടൺ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. എല്ലാതൊന്നും ടേസ്റ്റ് നോക്കി ഉണ്ടായിരുന്നില്ലെങ്കിലും ടേസ്റ്റ് നോക്കിയ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഓടിച്ച് പറ്റുന്നതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് പുറത്തേക്കായിരുന്നു. പുറത്ത് പോകുന്നേക്കാൾ മുന്നേ നമ്മൾ കബാബും നമ്മുടെ പനീറൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വെറുതെ ടേസ്റ്റ് നോക്കി പോയി. പിന്നെ നേരെ പുറത്തിറങ്ങി. പുറത്ത് പിന്നെ നമുക്കുള്ളത് നമ്മുടെ പോപ്കോണും ഷുഗർ കാൻഡിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ പോപ്കോണും ഷുഗർ കാൻഡിയും ഒക്കെ ചെറിയ രീതിയിൽ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഡെസേർട്ടും ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെ ആയിരുന്നു. പുഡിങ് എടുത്ത് പറയേണ്ടതാണ്, അടിപൊളിയായിരുന്നു പുഡിങ് ഇളനീർ പുഡിങ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ടീകളാണ്, കുറച്ച് മിൻറ്റ് ടീയും പൈനാപ്പിൾ ടീയും ഗ്രീൻ ആപ്പിൾ ടീയും ഇഞ്ചി ടീയും അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു റിസപ്ഷൻ ഐറ്റംസ്. അപ്പോൾ വയറും മനസ്സൊക്കെ നിറഞ്ഞു, അത്രയും